വെൽക്കം ടു ഫുഡ് ഇൻ ഷീ. ഞാൻ കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉണ്ടോ? ഇതാണ് സവാള. ഇങ്ങനെ അരിഞ്ഞെടുത്തതുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ നോക്കാം. നമുക്ക് ഇതെന്താണെന്നറിയാം, നമുക്ക് നോമ്പൊക്കെ വരികയല്ലേ, അപ്പം നമുക്ക് സവാളക്കൊക്കെ നല്ല ആവശ്യം വരും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ അരിഞ്ഞിടുന്നതിനെക്കാട്ടി നല്ലത് കുറച്ചേറെ അവിടെ അരിഞ്ഞിട്ട് എടുത്ത് വെക്കുക. അപ്പോൾ നമുക്ക് വേഗം വേഗം നമ്മളെ പണി നടക്കും. ഇത് പിന്നെ സമൂസയ്ക്ക് വേണ്ടിയിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് വെക്കാം. ഇത് നമുക്ക് കറി വെക്കാനൊക്കെ എടുക്കുകയും ചെയ്യാം. ഇത് നോക്കാം നമുക്ക് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ സവാള, ഈ മുറിച്ച് വെച്ച സവാളയില്ലേ, ഇങ്ങനത്തെ ഒരു ടവൽ വെച്ചിട്ട് അതിലേക്ക് വെക്കുക. ഇതിൻ്റെ വെള്ളം ഉണ്ടാവില്ലേ, അത് പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മളെ ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ എന്താ പറയുക, ഒരു മണവും വരും. പിന്നെ അത് മാത്രമല്ല, ഒരു തുണി കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം നന്നായി ഇതിലിങ്ങനെ തുടച്ചെടുക്കുക. ഈ തുണിയിൽ നമുക്ക് കുറേ ദിവസം ഇരിക്കും ഫ്രിഡ്ജിൽ. ഒരു ഫ്രിഡ്ജിന് മണം വരില്ല, ഒന്നും വരില്ല. മറ്റേ മുറിച്ച് വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ വഴുക്കി പോയ പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇരുന്ന് ഉണങ്ങിയ പോലെ ഉണ്ടാവും. ഇത് നല്ല ഫ്രഷായിട്ടിരിക്കും. ഒരു നല്ലൊരു ഇതിൽ വെച്ചിട്ട് അങ്ങ് സൂക്ഷിച്ചാൽ മതി. നല്ലോണം ഈ വെള്ളം ഒക്കെ നന്നായി തുടച്ചെടുക്കുക. ഞാൻ ഇപ്പോൾ തുണി വെച്ചെന്നേ ഉള്ളൂ. പിന്നെ കിച്ചൺ ടവലില്ലേ, അതിലിട്ട് കൊടുത്താലും മതി കേട്ടോ. നന്നായി ഈ വെള്ളമൊക്കെ ഇതുമതി തുടച്ചെടുക്കുക. ഉണ്ടോ? ഇതുമ്പോൾ നല്ല വെള്ളം വന്ന് നന്നായി തുടച്ച് സവാളിൻ്റെ വെള്ളമൊക്കെ ഞാനിതിൽ തുടച്ചെടുത്തിട്ടുണ്ട്. ഈ തുണിയിൽ ഉണ്ടായത് നല്ലോണം നനഞ്ഞ് നമുക്കൊരു ഇതേപോലെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നല്ലോണം എന്താ ഇതുപോലെ ഇതിലാക്കി വെച്ചാൽ മതി. അല്ലെങ്കിൽ നല്ലൊരു പിന്നെ പാത്രത്തിലാക്കിയിട്ട് മൂടി വെച്ചാലും മതി. ഇതുപോലെ ഇപ്പോൾ തീരെ വെള്ളമില്ല, ഈ വെള്ളമൊക്കെ ഞാൻ എടുത്ത് ഉണ്ടോ. അല്ലെങ്കിൽ ചീഞ്ഞു പോകും. ലോക്ക് ചെയ്ത് വെച്ചാൽ അടിയിലുള്ള മേലൊക്കെ കുറച്ച് വെള്ളം ഒക്കെ നന്നായി തുടച്ചെടുക്കണം. നെക്സ്റ്റ് ആക്കിയെടുക്കാം. നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നമുക്ക് സമൂസക്കുള്ള സവാള ഇതുപോലെ ഇങ്ങനെ നല്ലോണം തുടച്ച് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതുപോലെ വെക്കാം. നല്ലോണം വെള്ളം തുടച്ചെടുത്താൽ മതി. നമ്മളെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ മതി. നമുക്ക് അത്യാവശ്യമല്ലേ സവാള. നല്ലോണം തുടച്ചതാണ്. അതേമാതിരി ഇപ്പോൾ ഇത് നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായി നനഞ്ഞു പോയി, കണ്ടോ. ഇനി ഇത് നമുക്ക് സമൂസക്കൊക്കെ നമുക്ക് ആവശ്യമില്ല സവാള. അപ്പോൾ ഈ ഫ്രിഡ്ജിൽ ഒന്നായിട്ട് മുറിച്ച് വെക്കുമ്പോൾ മണം വരും, വേഗം ചീഞ്ഞു പോകും. ഇതേപോലെ വെച്ചാൽ നമുക്ക് ചെയ്യാണ്ട് കിട്ടും.
ഇതുപോലെ ഇതുപോലെ സ്റ്റോർ ചെയ്യില്ല. ഞാൻ സിപ്ലോക്കിലാക്കിയിട്ടുണ്ട്. ഉണ്ടോ, ഇതാകുമ്പോൾ ഫ്രിഡ്ജിൽ സ്ഥലവും കിട്ടും. ഇങ്ങനത്തേലാക്കി വെക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതൊക്കെ ചെയ്യുക.